ഓ മുരുകായ നമുക്കിന്ന് മുരുകൻ്റെ കഥ കേട്ടാലോ? ശൂരപത്മാസുരൻ്റെ ശല്യം സഹിക്കവയ്യാതെ ദേവന്മാർ നെട്ടോട്ടമോടി. അവസാനം അവർ പരമശിവൻ്റെ കാൽക്കൽ വന്ന് വീണു. പരമശിവൻ വേണ്ടവോളം ചെയ്യാമെന്ന് അരുൾ ചെയ്തു. പരമശിവൻ്റെ 5 മുഖങ്ങളോടൊപ്പം 6ാമത്തെ ജ്യോതിർമുഖം കൂടി ദൃശ്യമായി. 6 മുഖങ്ങളിലെയും നെറ്റിത്തടങ്ങളിലെ തൃക്കണ്ണിൽ നിന്നും അഗ്നിഗോളങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. ഇത് കണ്ട് ദേവന്മാർ ഭയപ്പെട്ടു. ഭയം തെല്ലും വേണ്ട എന്ന് മഹാദേവൻ അരുൾ ചെയ്തു. അഗ്നിദേവനെയും വായുദേവനെയും വിളിച്ച് 6 തൃക്കണ്ണുകളിൽ നിന്ന് ഉത്ഭവിച്ച അഗ്നിഗോളങ്ങൾ ഗംഗയിൽ നിക്ഷേപിക്കാൻ കൽപ്പിച്ചു. പിന്നീട് ഗംഗാദേവിയെ വിളിച്ച് ശരവണപ്പൊയ്കയിൽ വിടർന്നു നിൽക്കുന്ന 6 താമരപ്പൂകളിൽ ആ അഗ്നിഗോളങ്ങൾ എത്തിക്കുവാൻ കൽപ്പിച്ചു. ഈ 6 ജ്യോതിർഗോളങ്ങളും അതിശോഭ പൂണ്ട 6 കുഞ്ഞുങ്ങളായി മാറി. വൈശാഖ മാസത്തിലെ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ആ 6 കുഞ്ഞുങ്ങളെ നക്ഷത്രകന്യകമാർ ചേർന്ന് വളർത്തി. അങ്ങനെ അവൻ്റെ നാമം കാർത്തികേയൻ എന്നായി.